ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇത് LB ആണ്. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, പക്ഷേ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും പറയാറുണ്ട് നല്ല മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ് വീഡിയോസൊക്കെ കാണുമ്പോൾ എന്ന്. എപ്പോഴും എന്താ പറയുക, നല്ല ഒരു പെർഫെക്ഷനൊക്കെ കാണാറുണ്ട്, എല്ലാ കാര്യത്തിനും പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കും പെർഫെക്റ്റ് ഒന്നും അല്ലാത്ത ഭയങ്കര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ വലിയൊരു പ്രൊഡക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരു സാധാ ഡേ ആണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രാർത്ഥനയും പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വന്നിട്ട് ആദ്യം ചെയ്യുക ഡിഷ് വാഷറിൽ തലേദിവസം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ജോലിയായിട്ട് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ വെക്കാറുണ്ട്. അപ്പോൾ ഡിഷ് വാഷറിൽ എങ്ങനെയാണ് പാത്രങ്ങൾ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് വാഷ് ചെയ്യുക എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. ഡിഷ് വാഷിംഗ് പോഡ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് വെച്ചിട്ട് സാധാരണ നോർമൽ വാഷ് ചെയ്യാറ്. ഒരുപാട് ക്രൗഡഡ് ആക്കിയിട്ട് വെക്കാറില്ല. ബാക്കി വരുന്ന പാത്രങ്ങൾ ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്യാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. ഇന്ന് രാവിലെ കുറച്ച് എഴുന്നേക്കാനൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ മാവും ദോശയുടെ മാവൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു സാൻഡ്വിച്ചാണ്, ഒരു ക്രീം ചീസ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം അരിഞ്ഞത് അവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്തതും കുറച്ച് വെജിറ്റബിൾസും ആണ് കേട്ടോ ലഞ്ചിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അയൻ്റെ ആ പാത്രത്തിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്യാരറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് എനിക്കിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാളും ഒന്ന് സ്റ്റീം ചെയ്തിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പാത്രം കുറച്ചധികം ചൂടായിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് പുകയാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ലെഗ് പീസസ് ആണ്. ഞാൻ ആദ്യം ബ്രസ്റ്റ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇത് ലെഗ് പീസസ് ആണ്, പക്ഷേ ബോൺലെസ് ആണ്. അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് എന്താ പറയുക, ഒന്ന് പാനിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അടുപ്പിലേത്തേക്ക് സ്റ്റീം ചെയ്യാനുള്ള കുറച്ച് വെള്ളം വെക്കുന്നതാണ് കേട്ടോ. ക്യാരറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ടാണ്. എനിക്കിങ്ങനെ പച്ചയ്ക്ക് ഭയങ്കര കട്ടിയായിട്ട് കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊരു ഉപ്പ് പുരട്ടുന്നുണ്ട്. എനിക്ക് ഇച്ചിരി ഒരു ഉപ്പിൻ്റെ ടേസ്റ്റുള്ള എനിക്കിഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് വെള്ളരിക്ക ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നതാണ്. അതിനകത്ത് കുറേ അധികം വെള്ളമയം ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സാൻഡ്വിച്ച് ഇങ്ങനെ എന്താ പറയുക വെള്ളം കുടിച്ചിരിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം എല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാപ്സിക്കം ഇട്ട് വെച്ച പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഞാനിവിടെ എടുക്കുന്നത് ഫിലഡൽഫിയ ക്രീം ചീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്, മെൽറ്റ് ആവാന്നല്ല, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളരിക്കയാണ്. ഞാൻ കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളരിക്കയും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, പാനിൽ ഗ്രില്ല് ചെയ്യുന്നതാണെന്ന് മാത്രം. അതും കുറച്ച് വെജിറ്റബിൾസാണ് ഇന്നത്തെ ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മറിച്ചിടാറായിട്ടുണ്ട്. ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയും വേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് ചിക്കൻ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വെന്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്രീം ചീസ് ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വെള്ളരിക്കയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത് രണ്ടുമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചേർത്തത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പീസസ് എടുത്ത് അതിനകത്ത് ഇതിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ പല കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞത്, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ചൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതരിഞ്ഞത്, അതുപോലെ തന്നെ കോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ പച്ച കളറിലുള്ള ക്യാപ്സിക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 3 ബ്രെഡിൻ്റെ പീസിൽ അത് വെച്ച ശേഷം ഒരെണ്ണം വെച്ചിട്ട് കവർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ടോസ്റ്റർ ഇല്ല, അപ്പോൾ ഞാൻ അത് പാനിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നോടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നോടെ ഒന്ന് ആവട്ടെ, അതുവരെ ഒന്ന് സമയം കൊടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2 വശം മുരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇപ്പം നമുക്ക് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ ഒട്ടും ഡ്രൈ ആയിട്ടില്ല, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇങ്ങനെ ഒരു സൈഡ് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇടയ്ക്ക് ഞാനിങ്ങനെ കുറേ അധികം പണികൾക്ക് പോകുമ്പോൾ പറ്റാറുള്ളതാണ് ഒരു സൈഡ് നന്നായിട്ട് കരിഞ്ഞു പോകുക എന്നുള്ളത്. പക്ഷേ ഇതാണ് കേട്ടോ അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ചായയും കൂടെ വയ്ക്കാം. ഞാൻ സാധാരണ ചിലപ്പോഴാണ് ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വളരെ കുറവ് ചായയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇച്ചാനാണ് ചായ നിർബന്ധമുള്ള ആൾ. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നു. ഒന്ന് ജനൽ തുറന്ന് നോക്കിയതാണ്, നേരം വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും സൂര്യനെ കണ്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. അതും ഇന്ന് മൂടി ഡേ ആണോ എന്തോ, ഞാൻ ശരിക്കും വെതർ നോക്കിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞങ്ങൾ കൃത്യം 3 സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്, കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. ആരോൺ എഴുന്നേറ്റിട്ടില്ല, അപ്പോൾ ആരോണിനെ വിളിക്കാനായിട്ട് ഇച്ചായൻ പോയിട്ടുണ്ട്. അപ്പോൾ ആരോണിന് വേണ്ടിയിട്ടുള്ള പാല് ഞാനിവിടെ റെഡിയാക്കി അതിനകത്തേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവൻ സാധാരണ ചായ കുടിക്കാറില്ല, അവന് പാലായിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു കപ്പിനകത്തേക്ക് മാറ്റാം. എൻ്റെയാണ് കുഞ്ഞൻ കപ്പിലെ ചായ. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ പ്രസൻറ്റേഷനൊക്കെ കിട്ടില്ലേ, അത് ഞാൻ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. നിങ്ങളിതുപോലെ ക്രീം ചീസ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ടോ? എനിക്കിഷ്ടമാണ്, പക്ഷെ അത്ര ഹെൽത്തി ഒന്നും അല്ലല്ലോ, ചീസല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനത്തെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാറുള്ളത്. ആരോടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ടാണ് പതിവ് പോലെ തന്നെ. അപ്പോൾ ചായയും ഇതും കഴിക്കാം. അതുപോലെ തന്നെ അപ്പോഴേക്കും ചിക്കൻ എല്ലാം ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ പീസസ് ആയിട്ട് മുറിച്ച് എൻ്റെ ലഞ്ച് ബോക്സിൽ ഇടുകയാണ്. കാരണം എനിക്ക് പീസസ് ആയിട്ട് മുറിച്ച് കൊണ്ടുപോകണം. കാരണം ഇവിടെ ആരും അങ്ങനെ കൈകൊണ്ട് കഴിക്കില്ലല്ലോ. കഴിക്കുക കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കൈകൊണ്ട് കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ ഫോർക്കോ സ്പൂണൊക്കെ വെച്ചിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച്. കുറച്ച് വെള്ളരിക്ക അരിഞ്ഞതും ക്യാരറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാൽനട്ടും ബദാമും പിന്നെ കാഷ്യൂനട്ടും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട്. എൻ്റെ ടിഷ്യൂ പേപ്പർ ഞാൻ എപ്പോഴും അവിടെ വെക്കാറുണ്ട്, അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരമാണ് നമ്മൾ കാണുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചായനും മോനും കഴിക്കുക ഇന്നലെ ഉണ്ടാക്കിയ കറികളും ചോറുമാണ്. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു 6 മണിയാവാൻ പോകുന്നു, 5:58 അപ്പോൾ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ചായ കുടിക്കുകയാണ്. നല്ല ടയേർഡായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. എന്താണെന്നറിയില്ല, എനിക്ക് കുറച്ച് സൈനസ് ഇഷ്യൂസൊക്കെ ഉണ്ട്, സൈനസിൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അരിയടപ്പ് തരാമെന്ന് വിചാരിച്ചു. പിന്നെ എളുപ്പമുള്ള കുറച്ച് കറികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഏത്തക്കായ ഓൾറെഡി ഞാൻ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. എനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഏത്തക്കായ ഞാൻ അത് വേവിക്കാൻ വെച്ചതാണ്. അരിയടപ്പത്തിടുന്നുണ്ട്, അതുപോലെ തന്നെ കൂടെ തന്നെ ചായ തിളച്ച് വരുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാലും സാരമില്ല, പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടു, അതിനകത്തേക്ക് മുളക് പൊടിയാണ് ഇടുന്നത്. പച്ച ഏത്തക്കായ തൊലി കളഞ്ഞതാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം നമുക്ക് ഏത്തക്കായ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അരി അവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഏത്തക്കായ വേവിക്കാൻ നേരത്തെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചായയെല്ലാം തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് സവാള തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കറി എന്താണെന്ന് വെച്ചാൽ കായും ചെറുപയറും കൂടെ കൂടിയിട്ടുള്ള ഒരു ചാറുകറി പോലെ, അതുപോലെ തന്നെ ഒരു തക്കാളി പച്ചടി, പിന്നെ കോളിഫ്ലവറും കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ തോരനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്രയും സവാള എടുത്തത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്ക് നല്ല ടയേർഡായി തോന്നി, ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കോളിഫ്ലവറിൻ്റെ ഇതങ്ങ് ഒഴിവാക്കി, എന്നിട്ടൊരു മുട്ട ഒരുക്കിയാണ് ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ സവാള നല്ലോണം തിന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചായ ഒന്ന് എടുത്ത്
അത് കുടിച്ചുകൊണ്ട് നമ്മുടെ പണികളൊക്കെ തുടരാം. ഞാനവിടെ ചായന് വേണ്ടിയിട്ട് ഒരു കപ്പിനകത്തേക്ക് ഒഴിച്ചു. ഞാൻ സാധാരണ ആ സ്റ്റീൽ കപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വൈകുന്നേരം കുടിക്കാറുള്ളത്. അല്ലാത്ത കപ്പിലൊന്നും ആക്കാനായിട്ട് മെനക്കെടാറില്ല. അപ്പോൾ തക്കാളി പച്ചടിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. തക്കാളി പച്ചടി ഭയങ്കര എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തക്കാളി കുനുകുനാന്നിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, കോളിഫ്ലവർ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടാണ് അത്രയും സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചത്. പക്ഷേ പിന്നീട് ഞാനത് ഒഴിവാക്കിയിട്ടോ. അപ്പോൾ അതേ നമ്മുടെ കായ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം വേവായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നേരം കഴിയുന്നവരെ അതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആദ്യം സവാള ഇട്ട് വഴറ്റുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ തക്കാളി പച്ചടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ സവാള അവിടെ കിടന്നൊന്ന് വാടി വരട്ടെ. ആ സമയം നമുക്ക് നമ്മുടെ മറ്റു കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാനിങ്ങനെ ഫ്രിഡ്ജിലാക്കി വെക്കാറുണ്ട് കേട്ടോ. പച്ചമുളകും ജീരകവും ഒരു നുള്ള് ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മുടെ എന്താ പറയുക ഏത്തക്കായ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറുപയർ ഓൾറെഡി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പല വീഡിയോസിലും പറയാറുണ്ട്, ഫ്രിഡ്ജ് ഓർഗനൈസേഷനിലൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴും പ്ലാനിങ് പോലെയൊന്നും എല്ലാം നടക്കാറില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസം തന്നെയാണ് ഇന്നും. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ പണി കഴിഞ്ഞു. അപ്പോൾ അത് ചെറുപയർ ഉപ്പിട്ട് വേവിച്ചതാണിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. എന്നിട്ട് കടുക് താളിച്ച് ഒഴിക്കുകയാണ്. എളുപ്പത്തിലുള്ള കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. അപ്പോഴേക്കും നമ്മുടെ സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരു കണ്ണ് വേണം. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സവാള വഴറ്റി അത് കഴിഞ്ഞിട്ട് ഇതേ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി. അപ്പോഴേക്കും നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ. നമ്മൾ മുളക് പൊടി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കായ വേവിച്ചപ്പോൾ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക, അത് തന്നെ കടുക് താളിച്ചിടുക. അത്രേ ഉള്ളൂ കേട്ടോ. എളുപ്പത്തിലുള്ള കറിയാണ്. അപ്പോൾ നമ്മളിനി പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ തേങ്ങ വേണം. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഇപ്പോൾ ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയിനകത്തേക്ക് 2 വലിയ പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കാരണം ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കടുക് താളിക്കുമ്പോൾ ഉള്ള ചുവന്നമുളക് അല്ലാതെ വേറെ എരിവില്ല, പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ, പച്ചടിയല്ലേ. അപ്പോൾ തക്കാളി ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് മൂടി വെച്ചു. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് വാടി വന്നോളും. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി അങ്ങോട്ട് മാറ്റി വെച്ചു. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പലത് ചെയ്യുമ്പോൾ ഇങ്ങനെ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതേ നമ്മുടെ തേങ്ങയും പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കറിയിലേക്കുള്ള ഞാൻ താളിക്കാനുള്ള മുളകും കറിവേപ്പിലയും കടുകും കൂടെ കൂടിയിട്ട് താളിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം. അതിനകത്ത് ഞാൻ ചെറിയ ഉള്ളി ഒന്നും ചേർത്തില്ല കേട്ടോ. ചുമ്മാ കറിവേപ്പിലയും ചുവന്ന മുളകും കടുകും മാത്രമാണ് ചേർത്തത്. അപ്പോൾ അതേ നമ്മുടെ തക്കാളി പച്ചടിയിലേക്ക് ഇപ്പോൾ ഇട്ടതുണ്ടാണ് ഒരു നുള്ള് പഞ്ചസാരയാണ്. അപ്പോൾ ഈ തക്കാളി പച്ചടി ഉണ്ടാക്കുമ്പോൾ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര ഇടുന്നത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ പച്ചടിക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുന്നേ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിന് കുക്കിങ്ങേ വേണ്ട. പക്ഷേ തക്കാളി പച്ചടി അങ്ങനെയല്ല. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് മാഷൊക്കെ ആയി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. ഇനി അരപ്പൊന്ന് 1-2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അപ്പോൾ ഞാനവിടെ എന്താ പറയുക ഓംലെറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ മറ്റേ പ്ലാൻ മാറ്റി വെച്ചല്ലോ ക്ഷീണം കാരണം. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞ് 1-2 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ തീ നിർത്തിയിട്ടുണ്ടായിരുന്നു. തീ നിർത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തൈര് ചേർത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി തൈരെങ്ങാനും പിരിഞ്ഞു പോയാലോ എന്ന് എനിക്ക് എപ്പോഴും ഒരു സംശയം വരും. അപ്പോൾ അതുകൊണ്ട് കാരണം ചീനിച്ചട്ടി നന്നായി ചൂടായി കിടക്കല്ലേ. അപ്പോൾ തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ ഞാൻ തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. പച്ചടിക്ക് അങ്ങനെ ഓണാക്കേണ്ട ആവശ്യമില്ല, പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഉപ്പും എല്ലാം പാകാണോ നോക്കി പിന്നെ കടുക് താളിച്ച് ചേർത്തു. ചുവന്നമുളകും കറിവേപ്പിലയും കടുകും കൂടെ കൂടിയിട്ട് താളിച്ച് ചേർത്തു.
അപ്പോൾ ആരോൻ്റെ ഹോംവർക്കുകളെല്ലാം അവിടെ ഐലൻഡിൽ ഇരുന്നുകൊണ്ട് അവൻ ചെയ്യുന്നുണ്ട്. ആകെ ഇന്ന് 2 ഹോംവർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എളുപ്പമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ ഒത്തിരി ഹെൽപ്പൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. സവാള ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 കറിയും കൂടെ ആവാനായിട്ട് വെറും അരമണിക്കൂർ സമയമായിട്ടോ എടുത്തുള്ളൂ. അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിക്കുന്നതിനകത്തേക്ക് ഞാൻ സാധാരണ കുറച്ച് ചതച്ച മുളക് ചേർക്കാറുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. പച്ചമുളകും ചതച്ച മുളകും പിന്നെ ഉപ്പും ആണ് ചേർത്തത്. പിന്നെ നമ്മൾ പൊരിച്ച് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി മേളിൽ ഇങ്ങനെ വിതറാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ട് പൊരിക്കാറുണ്ട്. ഞാൻ അത്ര ഇഷ്ടമല്ല തേങ്ങയിട്ട് മുട്ട പൊരിക്കുന്നത്. അപ്പോൾ 6:45 ആയിട്ടേ ഉള്ളൂ. അരിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറികളെല്ലാം റെഡി, എന്താ പറയുക ഊണിനുള്ള എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ കറിയെല്ലാം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കറി മൂടി വെച്ചതെല്ലാം ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ 2 കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചു കൊടുക്കുകയാണ്. ഇന്ന് എനിക്ക് നല്ല ടയേർഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതുപോലെ തന്നെ ഇച്ചാനും നല്ല ഹെക്റ്റിക് വർക്കായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരത്തെ കിടക്കാമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ ഇച്ചാനൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നേരത്തെ കഴിച്ചിട്ട് കിടക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഡിഷ് വാഷറിലാണ് എല്ലാം കഴുകാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ള പാത്രങ്ങളെല്ലാം അരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഡിഷ് വാഷറിലേക്ക് വെക്കുന്നതാണ്. ഈ ചീനച്ചട്ടി പോലുള്ള ചില കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കഴുകാൻ പറ്റാത്തതായിട്ടുള്ളൂ. അപ്പോൾ ഞാനവിടെ മുട്ട മറിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി തൂവുന്നുണ്ട്. എല്ലാവർക്കും മുട്ട പൊരിക്കാനൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമുക്ക് എല്ലാവർക്കും കുറവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ നല്ല മടി പിടിച്ചിരിക്കാറുണ്ട്. ഒരുപാട് പ്രൊഡക്ടിവിറ്റി ആയിട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്തില്ല കേട്ടോ. പാത്രം കഴുകി വെച്ച് എന്താ പറയുക പ്രാർത്ഥിച്ചിട്ട് കിടക്കുക തന്നെയാണ് ഞങ്ങളെല്ലാവരും ചെയ്തത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇംപെർഫെക്റ്റ്, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മളാരും പുറകോട്ടാണെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറവുണ്ടെന്നോ ഒന്നുമല്ല. നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും എന്താ പറയുക ഒരു പെർഫെക്റ്റ് ലൈഫോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേ ഒന്നും ഉണ്ടാവുമെന്ന് വരില്ല. പിന്നെ ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. അവനവൻ്റെ എന്താ പറയുക സൗകര്യങ്ങൾക്കും സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഏറ്റവും, നമ്മുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ ചോറിനാൻ പോവാണ്. മുട്ട പൊരിച്ചതും നമ്മുടെ തക്കാളി പച്ചടിയും കായയും ചെറുപയറും കൂടെ ഇട്ടുള്ള ഒരു കറിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ചോറുണ്ടുന്നത്. ഇതിനു മുന്നേ കായയുടെ തൊലിയും ചെറുപയറും കൂടെ കൂട്ടിയിട്ട് ഒരു പുഴുക്ക് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറുണ്ണാണ്. നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? കുറേ പേര് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പറയാറുണ്ട് അവർക്കും കൊതി വരാറുണ്ട് ഞങ്ങൾ കഴിക്കുന്ന കാണുമ്പോൾ. ഞങ്ങളെന്നും കൊതിപ്പിക്കാനായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു, വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.